ഹായ് ഗായ്സ്. സോ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷനിൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതായത് അതിനകത്ത് നമ്മൾ ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ ARR പറഞ്ഞു, NPV പറഞ്ഞു, അതുപോലെ നിങ്ങൾക്ക് പഠിക്കേണ്ട MIRR പറഞ്ഞു, മോഡിഫൈഡ് NPV, അഡ്ജസ്റ്റഡ് NPV, ഇങ്ങനെ പറഞ്ഞ കുറേ സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു, റൈറ്റ്? അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഇതിന് തന്നെ കുറച്ച് ലൈക്ക് ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെ നമ്മൾ ഡിസ്കൗണ്ടിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മുടെ NRA കൺസെപ്റ്റ്, അതായത് നോമിനൽ റിയൽ ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ്, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിനകത്തിൽ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ലൈക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ നമ്മൾ പറഞ്ഞില്ലേ NPV ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന്, അതിന്റെ ഒരു ചെറിയ കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്, വിച്ച് ഇസ് റിസ്ക് അനാലിസിസ്, റൈറ്റ്? അപ്പം എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക, റൈറ്റ്? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ റിസ്ക് അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനകത്തിൽ ആദ്യം നമ്മളുടെ അടുത്ത് പറയുന്നത് ഡിസിഷൻസ് എടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. ഡിസിഷൻസ് എടുക്കുന്ന ഇപ്പൊ നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നോക്കുന്നത് അതിലെ ക്യാഷ് ഫ്ലോസ് ആയിരിക്കും. നിങ്ങൾക്ക് എത്ര മന്ത്ലി കിട്ടും അല്ലെങ്കിൽ എത്ര ആനുവലി കിട്ടും ഉള്ളതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് റിസ്ക് ആയിരിക്കും. ഓക്കെ, എനിക്ക് അടുത്ത വർഷം 1 ലക്ഷം രൂപ കിട്ടും, പക്ഷെ അതിന്റെ റിസ്ക് എത്രത്തോളം റിസ്ക് ഞാൻ ബിയർ ചെയ്യേണ്ടി വരും എന്നുള്ളത് രണ്ടാമത്തെ ഫാക്ടർ ആണല്ലേ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം എപ്പോഴും റിസ്കിനെയും റിട്ടേണിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ പിന്നെ പിന്നെ അങ്ങോട്ട് പോകുന്നപ്പം അതത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതൊന്നുമല്ല. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എപ്പോഴും. അത് ട്രഡീഷണൽ ആയിക്കോട്ടെ മോഡേൺ ആയിക്കോട്ടെ, എപ്പോഴും ദാറ്റ് ഇസ് റിസ്ക് ആൻഡ് റിട്ടേൺ. സോ ഇതിനകത്തില് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് മൂന്ന് രീതിയിലാണ്. ഡിസിഷൻസ് എടുക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സെർട്ടൈനിറ്റിയുടെ ബേസിസിലായിരിക്കും. കംപ്ലീറ്റ് സെർട്ടൈനിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഓക്കെ, നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോവാണ്, യു ആർ അവെയർ അബൌട്ട് ഈച്ച് ആൻഡ് എവറി ഫാക്ടേഴ്സ്, റൈറ്റ്? അപ്പം നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പൊ നിങ്ങൾക്ക് അറിയാം എനിക്ക് എല്ലാ വർഷവും റിസ്ക് ഉണ്ടായാലും ശരി റിസ്ക് ഇല്ലെങ്കിലും ശരി, വാട്ട് എവർ ഇറ്റ് ഇസ്, യു വിൽ ഗെറ്റ് 1 lakh rupees. എല്ലാ വർഷവും നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടും എന്നുള്ളത് ക്ലിയർ കട്ടാണ്. നമ്മളിപ്പോൾ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് സേഫ് ആണ്, നിങ്ങൾക്ക് എല്ലാ വട്ടവും ഇത്ര 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 വെച്ച് കിട്ടും. സോ അതാണ്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ ഔട്ട്കത്തിനെ പറ്റിയും അവെയർ ആണ്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നിങ്ങൾ ഡിസിഷൻ അണ്ടർ കംപ്ലീറ്റ് സെർട്ടൈനിറ്റി എന്ന് പറയുന്നത്. ഇനി ഡിസിഷൻസ് അണ്ടർ കംപ്ലീറ്റ് അൺസർട്ടൈനിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയാം ലൈക്ക് ഇന്ന ഇന്ന റിസ്ക് വരും, ഇന്ന ഇന്ന കാര്യങ്ങൾ വരും, പക്ഷെ അത് എത്രത്തോളം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനത്തെ സംഭവം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരും. അത് ഉറപ്പാണ്. നമ്മുടെ ലൈഫ് എപ്പോഴും സർട്ടൈൻ ആയിരിക്കത്തില്ല, അൺസർട്ടൈനും ആയിരിക്കും. നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റുന്ന ആയിരിക്കണമെന്ന് ഇല്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എടുക്കുന്ന ഡിസിഷൻസ് ആണ് മാക്സി മാക്സ്, മിനി മാക്സ്, മാക്സി മിൻ. നമ്മൾ സ്ട്രാറ്റജി കോസ്റ്റ് മാനേജ്മെന്റിലോട്ട് വരുമ്പം ഈ മാക്സി മാക്സ്, മിനി മാക്സ് ഇതൊക്കെ വരുന്നുണ്ട് ഗെയിം തിയറിയുടെ ഭാഗമായിട്ട്. എങ്ങനെ ഇത് ഒരു ബിസിനസ് ആണ്, ഒരു ഓണർ ആണെങ്കിൽ ചിലപ്പം അയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിരിക്കും നോക്കുന്നത്, അല്ലെ? എത്രയാണോ പ്രോഫിറ്റ് അതിനെ മാക്സിമൈസ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ഒരാൾക്കറിയാം അയാളുടെ കമ്പനിയിൽ ലോസ് വരുമെന്ന് അയാൾക്കറിയാം, അപ്പൊ അയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? അയാളുടെ ലോസിനെ മാക്സിമം മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കും. അപ്പം ഈ രണ്ട് ഡിസിഷൻസും കൂടെ ഒക്കെ ഒന്നിച്ച് വരുന്നത് പോലെയുള്ള സംഭവമാണ് ഈ മാക്സി മാക്സ്, മിനി മാക്സ്. നിങ്ങൾക്ക് ജസ്റ്റ് കൺസെപ്റ്റ് ബേസ്ഡ്. ഇനി എങ്ങാനും MCQ വന്നാലോ നമുക്ക് റിസ്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. സോ കവറേജ് കൊടുക്കുന്നത് കൊണ്ട് മാത്രം ജസ്റ്റ് അതിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഡിസിഷൻസ് അണ്ടർ റിസ്ക്. റിസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ സർട്ടൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ലാതാനും എന്നാൽ അത്യാവശ്യം ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നതാണ് ഡിസിഷൻസ് അണ്ടർ റിസ്ക്. സോ അങ്ങനെ ഡിസിഷൻസ് അണ്ടർ റിസ്ക് എന്ന് പറയുന്ന ഈ ഒരു ദാറ്റ മീഡിയോക്കർ നിൽക്കുന്ന ആ ഒരു സാധനത്തിന്റെ കുറച്ച് ടെക്നിക്സ് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കാൻ പോകുന്നത്. സോ ഇതിന്റെ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന ടെക്നിക്സ് ഒന്നെങ്കിൽ സെർട്ടനിറ്റി ഈക്വലന്റ് അപ്രോച്ച്, അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്, RADR എന്ന് പറയും. ഇനി അതല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് NPV എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം ഒന്നെങ്കിൽ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് സെർട്ടനിറ്റി CA അപ്രോച്ച് വെച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് അപ്രോച്ച് വെച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് NPV സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ അനാലിസിസ്. ഈ നാലെണ്ണത്തിനെ പറ്റിയും ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡിസിഷൻ ട്രീ അനാലിസിസ്. ഇനി ഇത് അല്ലാതെ വരുന്ന മൂന്ന് നമ്മുടെ ടെക്നിക്സ് ആണ് സെൻസിറ്റിവിറ്റി, സിനേരിയോ, സിമുലേഷൻ. ഈ സിമുലേഷൻ നമ്മൾ സ്ട്രാറ്റജി കോസ്റ്റ് മാനേജ്മെന്റിനകത്ത് നല്ല ഡീറ്റെയിൽ വൃത്തിയായിട്ട് അതിനകത്ത് പഠിക്കും.
ഓൾറെഡി നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും സിമുലേഷൻ, നമ്മുടെ റാൻഡം നമ്പർ ഒക്കെ വെച്ചിട്ട് റാൻഡം തിയറി ഒക്കെ വരത്തില്ലേ, മോണ്ടെ കാർലോ സിമുലേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം, അതാണ് സിമുലേഷൻ. സെൻസിറ്റിവിറ്റി സിനേരിയോ നത്തിങ്, ജസ്റ്റ് തിയറി ബേസ്ഡ് ആണ്. വേണമെങ്കിൽ MCQ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കാം. പിന്നെ ഡിപ്പെൻസ്, നമ്മുടെ ലക്കിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയും എവിടെ നിന്ന് ചോദിക്കുന്നു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ ടെക്നിക്സ് ഓഫ് റിസ്ക് അനാലിസിസ്. നമുക്ക് ആദ്യം സെർട്ടൈനിറ്റി ഈക്വലന്റ് അപ്രോച്ചിലേക്ക് കടക്കാം. സെർട്ടൈനിറ്റി ഈക്വലന്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് ടെക്നിക്കാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ലൈക്ക് നിങ്ങളൊരു ബിസിനസ് മാൻ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ നിങ്ങൾക്കൊരു എസ്റ്റിമേഷൻ ഉണ്ടായിരിക്കും. എപ്പോഴും ബിസിനസ്മാന് എപ്പോഴും എസ്റ്റിമേഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അടുത്ത വർഷം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടും, ബിസിനസ്സിൽ നിന്ന് ഉള്ള റവന്യൂ, മാക്സിമം റീച്ച് ഒക്കെ കിട്ടി. ഇപ്പൊ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പം എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഇത്ര റീച്ച് എനിക്ക് കിട്ടും എന്നൊരു സംഭവം ഞാൻ ഇടുകയാണ്. ഓക്കെ, ക്യാഷ് ഫ്ലോ അല്ല, ഇത്ര റീച്ച് എനിക്ക് കിട്ടുന്ന ഒരു സംഭവം ഞാൻ പ്രഡിക്റ്റ് ചെയ്യുകയാണ്, എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചാൻസസ് കാണുമല്ലോ. ചിലപ്പോൾ അത് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റുന്നില്ല, ചിലപ്പോൾ 30% മാത്രമേ ചാൻസ് ഉള്ളൂ, എനിക്ക് ഉറപ്പൊന്നുമില്ല 30%, ചിലപ്പോൾ ഒരു 50%. അപ്പൊ നിങ്ങൾ ഇതിനകത്തില് നമുക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ ഓക്കെ 50%, ഉള്ളൂ 30% ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ കയ്യിൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലൈക്ക് നമുക്ക് 1 ലാഖിലേക്ക് തിരിച്ചു പോവാം. 1 ലാഖ് ആണ് നിങ്ങളുടെ പ്രോഫിറ്റ്, നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് ഒരു 30% ഉള്ളൂ എന്ന് വെക്കും. അപ്പൊ നമുക്ക് ബോർഡ് മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള എന്തെങ്കിലും ഒരു മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല 30% ഉള്ളൂ എന്ന് പറഞ്ഞു. യു ഷുഡ് പ്രസന്റ് ഇറ്റ് ആസ് 30,000, 1 ലക്ഷത്തിന്റെ 30%. സോ മാക്സിമം നിങ്ങൾക്ക്, അല്ലെങ്കിൽ മിനിമം നിങ്ങൾക്ക് കിട്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആയിരിക്കും ക്യാഷ് ഫ്ലോ. അപ്പം ഇങ്ങനെ നിങ്ങൾ സെർട്ടൈനിറ്റി ആ ഫിഗർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാഷ് ഫ്ലോസ് എടുക്കുന്നതാണ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്കം എടുക്കുന്നതിനെയാണ് സെർട്ടൈനിറ്റി ഈക്വലന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഒരു ഒരു ഫിഗർ ഉണ്ടായിരിക്കും, ഒരു ഈക്വലന്റ് ഫിഗർ ഉണ്ടായിരിക്കും, ഒരു ഈക്വലന്റ് പ്രൊബബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. അപ്പൊ ഈ ഒരു ഫിഗർ വെച്ച് നിങ്ങളുടെ ക്യാഷ് ഫ്ലോനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും എത്ര, റദർ ദാൻ റിപ്രസെന്റിങ് ഇൻ പെർസെന്റേജ് ഓർ നമ്പർ. നമ്മളൊരു പെർസെന്റേജിലോ നമ്പറിലോ അങ്ങനെ നോർമൽ ഇതിലോ നമ്മൾ കാണിക്കുന്നതിൽ നല്ലത് ഒരു കറക്റ്റ് ഫിഗർ എടുത്ത് കൊടുക്കുന്നതാണ്. 1 ലക്ഷത്തിന് നിങ്ങൾക്ക് 27%മേ ചാൻസ് ഉള്ളൂ അങ്ങനെ പറയുന്നതിന് പകരം സെർട്ടൈനിറ്റി ഈക്വലന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പില്ല, ഇപ്പൊ നിങ്ങൾ ഉറപ്പില്ലാത്ത അതിന് നിങ്ങൾ പ്രൊബബിലിറ്റി എത്രയാണോ ചാൻസ് ഉള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്കൊരു ഫിഗർ കിട്ടുന്നു, അതാണ് സെർട്ടൈനിറ്റി ഈക്വലന്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പം ഇതിനെ ജസ്റ്റ് ഈ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ, നിങ്ങൾ നോർമലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സ്റ്റെപ്പ് കിട്ടും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എത്ര എത്ര ക്യാഷ് ഫ്ലോ കിട്ടുമെന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അതിനെയാണ് നമ്മൾ ഈ സെർട്ടൈനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഒരു ചെറിയ 0.10 0.20 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ അതിൽ കാണും. അപ്പം അത്രയും ചാൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ക്യാഷ് ഫ്ലോനെ അത്രയും ചാൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പുള്ള ക്യാഷ് കിട്ടും. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ 3-ാമത്തെ വർഷത്തെ ക്യാഷ് ആയിരിക്കും, അല്ലെങ്കിൽ 4-ാമത്തെ വർഷത്തെ ക്യാഷ് ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ SFM പഠിക്കുമ്പോൾ എല്ലാം ഫ്യൂച്ചർ ഫ്ലോസ് ആയിരിക്കും. ഫ്യൂച്ചർ ഫ്ലോസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരിക, ഡിസ്കൗണ്ട് ചെയ്ത് പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മേജർ താരം, അതായത് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ NPV കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതിനാണ് ബെറ്റർ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ സെർട്ടൈനിറ്റി ഈക്വലന്റ് ക്യാഷ് ഫ്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്കുകളും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇല്ല. ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും കണക്കുകളില്ല, കണക്കുകളൊന്നും അങ്ങനെയില്ല. പക്ഷെ ഇൻ കേസ് വൺ വേർഡ് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എനിക്ക് തോന്നുന്നു ഡിസംബറിൽ ഈ ഒരു ചെറിയ പോർഷനിൽ എന്തോ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് ടെക്സ്റ്റിൽ തന്നെ ആ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ തിയറി ബേസ്ഡ് കൺസെപ്റ്റ് ബേസ്ഡ് പഠിച്ചവർക്ക് എനിക്ക് തോന്നുന്നു അത് എഴുതാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റൈറ്റ്, സോ അതാണ് നമ്മുടെ സെർട്ടൈനിറ്റി ഈക്വലന്റ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ നേരെ അടുത്ത, അപ്പം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, മനസ്സിലാവും. നിങ്ങൾ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്തിട്ട് പഠിക്കാണ്ട് കൺസെപ്റ്റ് ബേസ് പഠിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അറിയാവുന്ന പോലെ ചെയ്യുക. റൈറ്റ്, അടുത്ത നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ പറഞ്ഞില്ലേ പ്രസന്റ് വാല്യൂ ചെയ്യുന്നു, ഒരു പെർസെന്റേജ് ഇട്ട് നമ്മൾ പ്രസന്റ് വാല്യൂ ചെയ്തിട്ട് വരുന്നു എന്നുള്ളത്, ആ റേറ്റിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റനിൽ ഒരു റിസ്ക് ഫ്രീ റേറ്റ് തന്നിരിക്കും, നോർമൽ റിസ്കിന്റെ പ്രീമിയം തന്നിരിക്കും, അപ് നോർമൽ റിസ്കിന്റെ പ്രീമിയം തന്നിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, റിസ്ക് ഫ്രീ റേറ്റും നോർമൽ റിസ്കിൻ്റെതും അപ് നോർമൽ, ചിലപ്പോൾ നോർമൽ കാണാം അപ് നോർമൽ കാണാം, അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാത്ത ഒരു റിസ്ക് ഫ്രീ RF അതും കാണും. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് വന്നാൽ നിങ്ങളുടെ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ആയി. ഇനി അല്ല, ചിലപ്പോൾ ക്വസ്റ്റനകത്ത് ഇങ്ങനെ ഒന്നും തന്നിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒരു റീപ്ലേസ്മെന്റ് പ്രോജക്റ്റ് ആണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ പ്രോജക്റ്റ് ആണ്,
ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഏത് റേറ്റ് ആയിരിക്കും നിങ്ങൾ എടുക്കേണ്ടത്? അപ്പം ഈ ഒരു പെർസെൻറ്റേജ് ഓർത്തിരിക്കുക. MCQ ആണെങ്കിലും അല്ലെങ്കിലും ഇത് ഉപയോഗപ്പെട്ടേക്കാം. സോ റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നിങ്ങളുടെ ഇപ്പം ക്വസ്റ്റ്യനകത്തിലെ കോസ്റ്റ് ഓഫ് നിങ്ങളുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് 8% എന്ന് തന്നിട്ടുണ്ട്. ഇൻ കേസ് ഇത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ആ 8ന്റെ കൂടെ 2ഉം കൂടെ കൂട്ടുക, 10 വേണം നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി. പുതിയ പ്രോജക്റ്റ് ആണെങ്കിൽ ആ 8ന്റെ കൂടെ 4ഉം കൂടെ കൂട്ടി 12 വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. റിസർച്ച് ആണെങ്കിൽ ആ 8ന്റെ കൂടെ 5ഉം കൂടെ കൂട്ടി എത്രയാണ് 13 വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 2, 4, 5 എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ്, ന്യൂ പ്രോജക്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, RNR. ഓക്കെ, 2, 4, 5 അങ്ങനെ വെച്ച് ഓർത്തിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് സി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന 14 ലക്ഷം രൂപയാണ്. പിന്നെ ആണെങ്കിൽ 1 തൊട്ട് 5 വർഷം വരെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 2.5 ലക്ഷവും, ആറാമത്തെ വർഷം തൊട്ട് 10ാമത്തെ വർഷം വരെ കിട്ടാൻ പോകുന്നത് 3 ലക്ഷം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് സാധനങ്ങൾ തരുമ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇൻഫ്ലോനെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരും. നിങ്ങളുടെ 0 ഇയറിൽ, അതായത് 0 വർഷത്തിലെ 0 ഇയറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന 14 ലക്ഷം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കരുതോ? എങ്ങനെ കണ്ടുപിടിക്കും? ഈ 2.5 ലക്ഷം നമുക്ക് ഓരോ വർഷവും കിട്ടും 5 വർഷം വരെ. ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊണ്ടുവരിക. ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്ത് വേണം? റേറ്റ് വേണം. റേറ്റ് വേണമെങ്കിൽ നേരെ ക്വസ്റ്റിന്റെ ഫസ്റ്റ് പാരഗ്രാഫിലോട്ട് വന്ന് ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു റീപ്ലേസ്മെന്റ് പ്രോജക്റ്റ് ആണെന്ന്. റീപ്ലേസ്മെന്റ് പ്രോജക്റ്റിന് ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ്? 2% വെച്ച് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ഓൾറെഡി ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്ലസ് 2%. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 13. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിലുള്ള 2% കൂടെ കൂട്ടി കഴിയുമ്പോൾ 15. അങ്ങനെയാണെങ്കിൽ 15% വെച്ച് ആദ്യത്തെ ഈ 5 വർഷം വരെയുള്ള 2.5 ലക്ഷത്തെ നിങ്ങൾ പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരുമ്പം, അതായത് 1/1.15 ഈക്വൽ അടിക്കുക. 5 തവണ 5 തവണ നിങ്ങൾ ഈക്വൽ അടിക്കുമ്പോൾ ആ ഈക്വലിന്റെ കൂടെ തന്നെ M+ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്യൂറ്റി ഫാക്ടർ കിട്ടും. അത് വെച്ചിട്ട് 2.54 ലക്ഷത്തെ നിങ്ങൾ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും കിട്ടുന്ന 2.5 ലക്ഷത്തിനെ നിങ്ങൾ പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരുമ്പം എത്രയാണോ ഇപ്പോഴത്തെ അതിന്റെ വില അത് കിട്ടും. സെയിം പോലെ തന്നെ ആറാമത്തെ വർഷം തൊട്ട് 10ാമത്തെ വർഷം വരെയുള്ള പ്രസന്റ് വാല്യൂ എടുക്കുക, ആഡ് ചെയ്യുക, 3.14 ലക്ഷം കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിനെ പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവന്ന് മൊത്തം നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും എന്നൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ 14 ലക്ഷം കൊടുക്കുമെന്ന് കിട്ടി. 14 ലക്ഷം മൈനസ് നമ്മൾ ഈ കണ്ടുപിടിച്ച പ്രസന്റ് വാല്യൂ എല്ലാം കൂടെ കുറയ്ക്കാം. നിങ്ങൾക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടും. അല്ലെങ്കിൽ NPV പോസിറ്റീവ് ആണോ NPV നെഗറ്റീവ് ആണോ എന്നുള്ളത് കിട്ടും. ഇത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. എല്ലാ ക്വസ്റ്റ്യനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ഇൻഫ്ലോ തന്നിരിക്കും, ഒരു ഔട്ട്ഫ്ലോ തന്നിരിക്കും. നിങ്ങൾക്ക് ഇത്രയും അറിയാം മിനിമം. അതിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്. റൈറ്റ്. പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്തിനാണ് കൊണ്ടുവരുന്നത്? നമ്മൾ പ്രോഫിറ്റ് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ NPV കാണാൻ വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ഇതാണ് മനസ്സിലായി എന്നർത്ഥം. ഓക്കെ, അടുത്ത മെത്തേഡ് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ് എക്സ്പെക്ടഡ് NPV, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPV. ഇതിനെ നമ്മൾ ഹില്ലർ മോഡൽ എന്നും കൂടെ വേണമെങ്കിൽ പറയാം. ഈ മോഡലിനകത്തിൽ നമ്മളിത് ഈ ഒരു മോഡലിൽ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വരത്തില്ല. ഇടയ്ക്കൂന്ന് വേണമെങ്കിൽ വരാം. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക. ചിലപ്പം ഇതായിരിക്കാം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാഷ് ഫ്ലോ. രണ്ടാമത്തെ നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് NPV, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPV. NPVയും ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന എമൗണ്ട്, കിട്ടാൻ പോകുന്ന എമൗണ്ട്. NPV എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് അവർ പ്രോഫിറ്റ്. റൈറ്റ്. അപ്പം ആദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്യാഷ് ഫ്ലോയും അതിന്റെ റിസ്കിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോയും അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കയ്യിൽ ക്യാഷ് ഫ്ലോ ഉണ്ട്, നമ്മുടെ കയ്യിൽ റിസ്ക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും കൂടെ NPV കണ്ടുപിടിച്ചോ. എക്സ്പെക്ടഡ് NPVയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPVയും. മൂന്നാമത്തതാണ് നമ്മുടെ ഡിസിഷന്റെ ഒരു സ്റ്റെപ്പ്, കോ എഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോ എഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് റിസ്ക് ബൈ റിട്ടേൺ. റിസ്ക് ബൈ റിട്ടേൺ, ഇതിനെയാണ് നമ്മൾ കോ എഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. റിസ്ക് ബൈ റിട്ടേൺ, അതായത് 1 രൂപ നിങ്ങൾ ഏൺ ചെയ്ത് കഴിയുമ്പം അത് എത്ര റിസ്ക് എടുത്തിട്ടാണ് നിങ്ങൾ ആ 1 രൂപ ഏൺ ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് റിസ്ക് ബൈ റിട്ടേൺ. 1 രൂപ. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, എനിക്ക് 1 രൂപ കിട്ടുന്നത് 2% റിസ്ക് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അടുത്തതിനകത്ത് 1 രൂപ കിട്ടുന്നത് 4% റിസ്ക് എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? 2-ന് പോവോ 4-ന് പോവോ? മീൻസ് 2% റിസ്ക് എടുക്കോ 4% റിസ്ക് എടുക്കോ? ഒബിയസ്ലി നിങ്ങൾ 2% എടുക്കാൻ പോകത്തില്ല. കുറഞ്ഞ റിസ്കിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുന്നെങ്കിൽ അതല്ലേ ബെറ്റർ. സോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി വിച്ച് പ്രോജക്ട് വി ഷുഡ് സെലക്ട്, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കാൻ പോകുന്ന ഒരു സാധനമാണ് കോ എഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. റൈറ്റ്.
സോ നമ്മൾ ഈ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ കാണുന്ന പോലെ കുഞ്ഞു സ്റ്റെപ്പ് എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര വാസ്റ്റ് ആയിട്ട് നീട്ടി വലിച്ച് കൊടുത്തേക്കുന്നതൊക്കെ കാണാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് വരാം. റൈറ്റ്. അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാഷ് ഫ്ലോ. നമുക്ക് ആദ്യം ക്യാഷ് ഫ്ലോ ഡീൽ ചെയ്യാം. നിങ്ങളൊരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ്, ആദ്യം നിങ്ങൾക്ക് അറിയണം ഓരോ വർഷവും നിങ്ങൾക്ക് എത്ര എമൗണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വരും എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. സോ ഇതിനതിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ഒരു വർഷം നിങ്ങളൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആദ്യത്തെ ഒരു വർഷം നിങ്ങളിങ്ങനെ എസ്റ്റിമേഷൻ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആദ്യത്തെ വർഷം 12,000 കിട്ടാം, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് 14,000 കിട്ടാം, അല്ലെങ്കിൽ 16,000 കിട്ടാം, അല്ലെങ്കിൽ 18 കിട്ടാം, അല്ലെങ്കിൽ 20 കിട്ടാം. നമ്മളിങ്ങനെ നമുക്കൊരു കറക്റ്റ് എമൗണ്ട് തന്നെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ പോസിബിലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ അതിന്റെ പ്രോബബിലിറ്റി കാണും. ഓക്കെ, എനിക്ക് 12,000 കിട്ടാൻ 10% ചാൻസേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 14,000 കിട്ടാൻ 20% ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് 16,000 കിട്ടാൻ 40% ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് ഇങ്ങനെ ചറവറാന്ന് കിടക്കുന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് CFOന് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു എക്സാക്ട് എമൗണ്ട് വേണം. എനിക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര കിട്ടും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ എത്രയാണ്? സിമ്പിൾ അല്ലേ? ക്യാഷ് ഫ്ലോനെ ഇതിന്റെ പ്രോബബിലിറ്റിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിഗർ കിട്ടും. അത്രേ ഉള്ളൂ. അതിനെ എല്ലാവരും കൂട്ടിപ്പറക്കി എടുത്ത് CFOന്റെ കൈ കൊടുത്താൽ ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ. അതായത് നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാഷ് ഫ്ലോ 12, 14, 16 ക്യാഷ് ഫ്ലോനെ നിങ്ങൾ അതിന്റെ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു എമൗണ്ട് കിട്ടും. അതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഫ്ലോ ഭദ്രമായി ഒന്നാമത്തെ വർഷം നിങ്ങൾക്ക് എത്ര ക്യാഷ് ഫ്ലോ കിട്ടും എന്ന്, എത്ര വരുമാനം കിട്ടും എന്നുള്ളത് മനസ്സിലായി. അടുത്തത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ഇത്രയും, അതായത് ഇവിടെ അവർ ചെയ്തു വെച്ചപ്പോൾ അവർക്ക് കിട്ടിയത് 16 ആണ്. 16,000 ആണ് അവർ ഉദ്ദേശിക്കുന്നത്. 12, 14, 16 ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടാൻ ഒരു കൺക്ലൂഷനിൽ എത്തിയപ്പോൾ 16 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 16 കിട്ടാനായിട്ട് അവർ എത്രത്തോളം റിസ്ക് എടുക്കണം? എത്രയായിരിക്കും അവരുടെ റിസ്ക്? റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ 12 നമുക്ക് ഒരു ക്യാഷ് ഫ്ലോ കിട്ടുമ്പോൾ അതിന്റെ ഡീവിയേഷൻസിനെയാണ് നമ്മൾ ഡിസ്ക് അല്ല റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയാൽ ഒന്നാമത്തെ വർഷം 12,000 അവർ എക്സ്പെക്ട് ചെയ്തു. ആദ്യം അവർ എക്സ്പെക്ട് ചെയ്ത് 12,000, പിന്നെ അവർ എക്സ്പെക്ട് ചെയ്ത് 14,000, പിന്നെ അവർ എക്സ്പെക്ട് ചെയ്ത് 16,000. അപ്പം ഇതിന് നമ്മൾ വന്ന ഫൈനൽ ആൻസറിലോട്ട് എത്ര ഡീവിയേഷൻ ആണ് ഉള്ളത്? അപ്പൊ 12,000 മൈനസ് 16,000 മൈനസ് 4,000. അപ്പം ഇങ്ങനെ നിങ്ങൾ ഡീവിയേഷൻ കണ്ടുപിടിച്ച്, ഇതായത് നമ്മുടെ ക്യാഷ് ഫ്ലോയും എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും, അല്ലേ? -4ഉം +4ഉം കട്ടാകും, -2ഉം 2ഉം കട്ടാകും, 0 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. നേരെ സ്ക്വയർ ചെയ്തോ. സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസും പോവും, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. തിരിച്ച് നമുക്ക് റൂട്ട് ചെയ്ത് കറക്റ്റ് വന്നാൽ പോരെ. അപ്പൊ സ്ക്വയർ ചെയ്തോ. സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി 12 ക്യാഷ് ഫ്ലോ വരുമ്പം നിങ്ങളുള്ള റിസ്ക് 14ആണ്. 14 ക്യാഷ് ഫ്ലോ വരുമ്പോൾ നിങ്ങളുടെ റിസ്ക് 4ആണ്. 16 വരുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഇല്ല. 18 വരുമ്പം എന്ന് വെച്ചാൽ ഡീവിയേഷൻസ് ഇല്ല. 18 വരുവാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് 4ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ റിസ്ക് കണ്ടുപിടിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതേ റിസ്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ചറവറാന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ നേരെ പ്രൊബബിലിറ്റി ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടിയെടുത്തോ. അതാണ് സംഭവം. പ്രൊബബിലിറ്റി ഇട്ട്, അതായത് നമുക്ക് കിട്ടിയ 16നെ 0.10 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ എങ്ങനെയാണോ ഇത് ചെയ്തത് അതേപോലെ തന്നെ പ്രൊബിലിറ്റി ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടിയെടുക്കുമ്പോൾ 4.8. ഞാൻ പറഞ്ഞു നമ്മളിവിടെ ആൻസർ കിട്ടാത്തത് കൊണ്ടാണ് സ്ക്വയർ ചെയ്തത്. അപ്പൊ നമ്മൾ ഫൈനൽ ആൻസർ വരുമ്പോൾ അതിനെ നേരെ റൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണ്ടേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 4.8ന്റെ റൂട്ട് 2.19. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഏതൊരു കണക്ക് പഠിക്കുമ്പോഴും ഒരു 10 തവണയെങ്കിലും മിനിമം നിങ്ങൾ ആ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ അത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ചെയ്തു പഠിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം എന്ന് കുറച്ച് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ മനസ്സിൽ ആ ഫ്ലോ കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുമ്പോൾ അതേപോലെ വരുള്ളൂ, അല്ലെ? അപ്പം ഒരു 10 തവണയെങ്കിലും ഇതേ കാര്യം കാണാതെ പഠിക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. പറഞ്ഞ് അത് എന്താ സംഭവം നിങ്ങൾക്ക് കറക്റ്റ് ഫ്ലോ ഇങ്ങനെ വരണം നിങ്ങളുടെ മനസ്സിൽ. അപ്പം അത് മനസ്സിലാക്കിയാൽ മാത്രമേ സംഭവം വരുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ സംഭവം എളുപ്പം. നിങ്ങൾ പണ്ട് തൊട്ടേ +2 സ്റ്റാറ്റിസ്റ്റിക്സിനൊക്കെ നമ്മൾ മീൻ മീഡിയ ഒക്കെ കണ്ടുപിടിക്കത്തില്ലേ? അതേ സാധനം തന്നെയാണ്. ഇനി നമ്മൾ SFM പോർട്ട്ഫോളിയോ ചാപ്റ്റർ പഠിച്ചവർക്കറിയാം, അതിലുമുണ്ട് ഈ ഒരു സാധനം. റൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിപ്പോ ഒരു വർഷത്തെയാണ് നമ്മൾ കണ്ടുപിടിച്ചേ. ഇപ്പൊ ഓരോ വർഷവും ഉണ്ട് ഇങ്ങനെ. ഓരോ വർഷവും നിങ്ങൾക്ക് പല എസ്റ്റിമേഷൻ ആയിരിക്കും ക്യാഷ് ഫ്ലോയുടെ. ഓരോ വർഷവും പല പ്രോബബിലിറ്റി ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ. അപ്പം എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മളൊരു ഫിഗറിൽ എത്തുന്നത്. നമ്മൾ നോക്കുമ്പോൾ എളുപ്പമാണ്. ഒന്നാമത്തെ വർഷം 40,000 എന്ന് കിട്ടി. നിങ്ങൾക്ക് കിട്ടി. ഒന്നാമത്തെ വർഷം 16,000 എന്ന് കിട്ടി. ഈ 16,000 വരണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ചാൻസസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഒന്നാമത്തെ വർഷത്തെ എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാഷ് ഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തതിന് എക്സ്പെക്ടഡ് NPVയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPVയും ആണ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ
അപ്പം അത് ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ചാൻസ് ഞാൻ പറഞ്ഞു തന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കും ഓരോ വർഷവും നിങ്ങളുടെ ക്യാഷ് ഫ്ലോ എത്ര. നമ്മളിപ്പോ ഈ പ്രൊബബിലിറ്റി വെച്ച് കണ്ടുപിടിച്ച സാധനങ്ങളില്ലേ, അത് ക്വസ്റ്റ്യനിൽ തന്നെ അവർ തന്നിരിക്കും, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒന്ന് നോക്കിയാൽ എത്ര 4 വർഷത്തെയും കൂടെ അങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് സമയം 3 മണിക്കൂർ അങ്ങും. അപ്പൊ അവരതും ചോദിക്കത്തില്ല. ഓക്കെ. സോ എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാഷ് ഫ്ലോയും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കും. എന്നിട്ട് നിങ്ങളോട് പറയുന്ന എന്ത് കണ്ടുപിടിക്കാനാ? എൻ പി വി കണ്ടുപിടിക്കാനാ. എക്സ്പെക്ടഡ് എൻ പി വി എന്താണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എൻ പി വി എന്താണെന്ന്. എൻ പി വി എന്ന് പറഞ്ഞാലേ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കുക, നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഉണ്ട്, 20,000 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുക, എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ നിങ്ങളുടെ കയ്യിലുണ്ട്, 10,000, 6,000, 8,000. ഈ ക്യാഷ് ഫ്ലോ ഓരോ വർഷവും നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ അതിനെ പ്രസന്റ് വാല്യൂ ചെയ്തോ. പ്രസന്റ് വാല്യൂ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ 20,000 ഇൻവെസ്റ്റ് കൊണ്ട് നമ്മൾ എങ്ങനെയാണോ എൻ പി വി കണ്ടുപിടിക്കുന്നത് സെയിം. ഇപ്പൊ എക്സ്പെക്ടഡ് എൻ പി വി കിട്ടിയില്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എൻ പി വി കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഒന്നുമില്ല, ഈ 3,000, 2,000, 4,000, 1,200 നിങ്ങൾ പ്രസന്റ് വാല്യൂ ചെയ്തങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റായി. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ മറ്റേ റൂട്ട് കണ്ടുപിടിച്ച് വെച്ച ഫിഗർ ആണ് കേട്ടോ. അപ്പൊ ഓരോന്നിന്റെ റിസ്ക് ഉണ്ട്. ആ റിസ്കിനെ നിങ്ങൾ പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവന്നിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആയി. പക്ഷെ ഉദ്ദേശിച്ചത് നിങ്ങളൊരു കാര്യം ഓർത്തോണം, ക്വസ്റ്റ്യനകത്തിൽ എപ്പോഴെങ്കിലും പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ മെത്തേഡാണ് പ്രോബ്ലക്കാരൻ, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ പെർഫെക്റ്റ്ലി നമ്മുടെ റിസ്ക്കും നമ്മുടെ ക്യാഷ് ഫ്ലോയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫെക്റ്റ്ലി കോറിലേറ്റ്, ഒന്ന് കൂടുമ്പോൾ മറ്റു കൂടുകയാണ്. പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ എൻ പി വി നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ക്യാഷ് ഫ്ലോ നമ്മുടെ കയ്യിലുണ്ട്, പ്രസന്റ് വാല്യൂ ചെയ്ത് വരിക, എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടുമായിട്ട് കുറയ്ക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അഥവാ എൻ പി വി കിട്ടും. ഇനി അടുത്തത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നുമില്ല, തന്നിരിക്കുന്നതിനെ പ്രസന്റ് വാല്യൂ ചെയ്ത് കൂട്ടിപ്പെറുക്കി എടുക്കുക. ഇനി അൺകോറിലേറ്റഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ഇത് കോറിലേറ്റഡ്. ഇനി പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, അൺകോറിലേറ്റഡ് ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. എൻ പി വി കണ്ടുപിടിക്കുന്നതിന് ഒരു മാറ്റവും ഇല്ല, ഇത് സെയിം ആണ്. പ്രസന്റ് വാല്യൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഔട്ട്ഫ്ലോ ഇട്ടിട്ട് നമ്മൾ മൈനസ് ചെയ്യുക, ഒരു മാറ്റവും ഇല്ല. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം ഒരു ചെറിയ മാറ്റം വരും. നമ്മൾ ഈ കണ്ടുപിടിച്ച പ്രസന്റ് വാല്യൂ ഇല്ലേ, പ്രസന്റ് വാല്യൂ നമ്മൾ കൂട്ടിപ്പെറുക്കി എഴുതിയില്ലേ, അപ്പം ഇങ്ങനെ നമ്മൾ കൂട്ടിപ്പെറുക്കി എഴുതുന്നതിന് മുന്നേ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് ചെയ്തെടുക്കുക. കാരണം അത് കറക്റ്റ്ലി കോറിലേറ്റഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കിട്ടുന്ന പ്രസന്റ് വാല്യൂ 2,829, അതായത് 3,000 പ്രസന്റ് വാല്യൂ ഇട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 2,829 എല്ലാം സ്ക്വയർ ചെയ്തിട്ട് അതെല്ലാം കൂടെ കൂട്ടിപ്പെറുക്കി എഴുതുക, എന്നിട്ട് അതിനെ റൂട്ട് ചെയ്യുക. സി ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രസന്റ് വാല്യൂ, അതിനെ സ്ക്വയർ ചെയ്തെടുത്ത എമൗണ്ട് കിട്ടി, അതിനെ ഒന്ന് റൂട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് അൺകോറിലേറ്റഡ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു വരുന്നത്. അടുത്തത് കോറിലേറ്റഡ് ആണോ? അല്ല. എന്നാൽ കോറിലേറ്റഡ് അല്ലയോ? ആണ്. അപ്പൊ ഇതിന്റെ ഒരു മീഡിയം പരുവത്തിൽ നിൽക്കുന്ന, ഒന്നെങ്കിൽ നോൺ പെർഫെക്റ്റ്ലി കോറിലേറ്റഡും അൺകോറിലേറ്റഡിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എൻ പി വി ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? എക്സ്പെക്ടഡ് എൻ പി വി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എൻ പി വി, ഈ രണ്ടാമത്തെയാണ് നമ്മൾ പറയുന്നത്. എക്സ്പെക്ടഡ് എൻ പി വിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എൻ പി വിയും ഒക്കെ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ ദ കേസ് മോഡറേറ്റ്ലി കോറിലേറ്റഡ്? ഈ ഒരു ടെക്നിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിസിഷൻ ട്രീ അനാലിസിസും രണ്ടും ഒരേ മെത്തേഡാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിഷൻ ട്രീ അനാലിസിസ്, വൺ മോർ മെത്തേഡ് ഇസ് ദെയർ, ബോത്ത് മെത്തേഡ്സ് ആർ സെയിം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സി, 3 വർഷത്തെ ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. 3 വർഷത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ, അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോലെ 3 വർഷത്തെ, ഇവിടെ 4 വർഷമായിരുന്നു, 3 വർഷത്തിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ വർഷം എനിക്ക് 20,000 രൂപ കിട്ടും. ഓക്കെ, പ്രൊബബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഒന്നാമത്തെ വർഷം എനിക്ക് 20,000 രൂപ കിട്ടും. രണ്ടാമത്തെ വർഷം എനിക്ക് 20,000 രൂപ കിട്ടാനും ചാൻസ് ഉണ്ട്, 30,000 രൂപ കിട്ടാനും ചാൻസ് ഉണ്ട്. രണ്ട് ചാൻസ് അവിടെ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ വർഷമോ, രണ്ടാമത്തെ വർഷം എനിക്ക് 20,000 ആണ് കിട്ടുന്നതെങ്കിൽ മൂന്നാമത്തെ വർഷം എനിക്ക് 25,000, 30,000 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഉറപ്പില്ല. ഇനി രണ്ടാമത്തെ വർഷം എനിക്ക് 30,000 ആണ് കിട്ടുന്നതെങ്കിൽ മൂന്നാമത്തെ വർഷം എനിക്ക് ചിലപ്പോൾ 35 കിട്ടാം, ഇല്ലെങ്കിൽ 40 കിട്ടാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ 20നെ ബേസ് ചെയ്തിട്ടാണ് ഈ വരുന്ന 25ഉം 35ഉം. കണ്ടോ? അതുപോലെ ഈ 30നെ ബേസ് ചെയ്തിട്ടാണ് ഈ വരുന്ന 35ഉം 40ഉം. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിലെ ഡിസിഷൻസ് എടുക്കും? അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൻ പി വി ആണ്. എൻ പി വി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ എടുക്കുക, ഔട്ട്ഫ്ലോയ്ക്കകത്ത് നിന്ന് അത് മൈനസ് ചെയ്യുക, കിട്ടുന്നതാണ് നമ്മുടെ എൻ പി വി. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. നിങ്ങൾ ഒരു നമ്മളിപ്പം ഇങ്ങനെ ഒരു ഡിസിഷൻസ് എടുക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെയും മാക്സിമം പോസിബിൾ നിങ്ങൾ എത്രത്തോളം കണക്ട് ചെയ്യാവോ അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് എടുത്ത് കയ്യിൽ വെക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ സാധ്യത,
ഒന്നാമത്തെ പോസിബിലിറ്റി. ചിലപ്പോൾ നിങ്ങൾക്ക് 20,000 ഒന്നാമത്തെ വർഷം കിട്ടും, അല്ലെങ്കിൽ 20,000 രണ്ടാമത്തെ വർഷം കിട്ടും. ഒന്നാമത്തെ വർഷം 20,000, രണ്ടാമത്തെ വർഷം 20,000, മൂന്നാമത്തെ വർഷം ചിലപ്പോൾ നിങ്ങൾക്ക് 25,000 ആയിരിക്കാം. ഒന്നാമത്തെ സെറ്റ് ആയേ. രണ്ടാമത്തെ സെറ്റ് ചിലപ്പോൾ ഒന്നിൽ 20 മാത്രമേ കിട്ടത്തുള്ളൂ. ഒന്നിൽ 20-ാമത്തതും, പിന്നെ രണ്ടില് നിങ്ങൾക്ക് 20 തന്നെ കിട്ടും. മൂന്നില് 25-ന് വരെ നിങ്ങൾക്ക് 30 കിട്ടുന്നെന്ന് വെച്ചു. അപ്പൊ ആ രണ്ട് സെറ്റ് ഫില്ലായി. അപ്പൊ 20,000 വന്നു കഴിഞ്ഞാലുള്ള 25-ഉം 30-ഉം സെറ്റായി. ഇനി അടുത്തത്, ഒന്നാമത്തെ വർഷം നിങ്ങൾക്ക് 20 രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് ചിലപ്പോൾ 30 എന്ത് ചെയ്യും? 30 അടുത്തതിന് 35 എടുക്കാം. ഇല്ലെങ്കിൽ 20, 30, 40 ഇങ്ങനെ 4 സെറ്റാണ് വരുന്നത്. ഓർക്കുക, നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. 20, 30, 25 അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇവിടെ 20,000 വന്നാൽ മാത്രമേ 25-ഉം 30-ഉം വരത്തുള്ളൂ. രണ്ടാമത്തെ വർഷം 30,000 കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് 35, 40 ഉള്ള രണ്ട് സാധ്യതകൾ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ നിങ്ങളൊരു ചെയിൻ പോലെ എടുക്കുക. എടുത്തിട്ട് പ്രസന്റ് വാല്യൂ ചെയ്ത് NPV കണ്ടുപിടിച്ച് മാറ്റി അങ്ങോട്ട് വെക്കുക. ഇനിയാണ് പ്രൊബബിലിറ്റിയുടെ കളി വരുന്നത്. നമ്മൾ ഇവിടെ 20-ഉം 20-ഉം 25-ഉം ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ 35 ഇൻറ്റു 40 ഇൻറ്റു 0.20 ഇതിനെ 3-നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജോയിൻ പ്രൊബബിലിറ്റി കിട്ടും. അല്ലേ? ഇനി നിങ്ങൾ അടുത്ത സെറ്റ്, നിങ്ങൾ ഏതാണോ സെറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിന്റെ പ്രൊബബിലിറ്റി ഇട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ നമ്മുടെ സെറ്റ് ഏതായിരുന്നു? 20,000, 20,000, 30,000. അങ്ങനെയാണ് 0.35, 0.40, 0.80. റൈറ്റ്. ഇനി അടുത്തത് എങ്ങനെയായിരുന്നു? 35 ഉണ്ട്, 20,000 ഉണ്ട്, 30,000 ഉണ്ട്, 35 ഉണ്ട്. അപ്പം 0.35, 0.60, 0.30. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജോയിൻ പ്രൊബബിലിറ്റി ഇവിടെ കണ്ടുവയ്ക്കുക. അതാണ് ആദ്യം നമ്മൾക്ക് കിട്ടിയ ഓരോ സെറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചു, അതിനെ പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവന്നു, NPV കണ്ടുപിടിച്ച് കയ്യിൽ വെച്ചു, എന്നിട്ട് നമ്മൾ ജോയിന്റ് പ്രൊബാബിലിറ്റി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പഠിച്ച പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ NPV ഉണ്ട്, ജോയിന്റ് പ്രൊബാബിലിറ്റി കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ NPV വേണമെങ്കിൽ നമ്മൾ എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ എങ്ങനെയാണോ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാഷ് ഫ്ലോ എങ്ങനെയാണോ ഫസ്റ്റ് മെത്തേഡ്, ഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഇത് കണ്ടുപിടിച്ചില്ലേ പ്രൊബബിലിറ്റി ഒക്കെ വെച്ചിട്ട്, അതേ സെയിം മെത്തേഡാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറെ NPV, കുറെ പ്രൊബബിലിറ്റി, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കുറെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ കൂട്ടിപ്പെറുക്കി എഴുതുന്നതാണ് നിങ്ങളുടെ എക്സ്പെക്ടഡ് NPV. കാരണം നമ്മൾ NPV വെച്ചിട്ടാണ് ചെയ്യുന്നത്. എക്സ്പെക്ടഡ് NPV. രണ്ടാമത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPV ആണ് വേണ്ടത്. നമ്മൾ മറ്റിടത്ത് എങ്ങനെയായിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചത്? സെയിം മെത്തേഡ്. നമ്മുടെ NPV-ന്ന് ഈ എക്സ്പെക്ടഡ് NPV-ലോട്ട് എത്ര ഡീവിയേഷൻ ഉണ്ടെന്ന് വെച്ചു, അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, എന്നിട്ട് കിട്ടുന്നതിനെ നമ്മൾ റൂട്ട് ചെയ്തു. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് 1-ൽ ഉപയോഗിച്ച അതേ, സ്റ്റെപ്പ് 1-ലെ ക്യാഷ് ഫ്ലോയ്ക്ക് ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വരുന്നതാണ് ഡിസിഷൻ ട്രീ ടെക്നിക്ക്. എന്ന് ചില എക്സാമിനൊക്കെ ഡിസിഷൻ ട്രീ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഡിസിഷൻ ട്രീ ഈസ് വെരി സിമ്പിൾ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഓക്കെ ഞങ്ങൾ ഈ എക്സ്പെക്ടഡ് NPV കണ്ടുപിടിക്കുന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPV കണ്ടുപിടിക്കുന്നു, എന്തിനു വേണ്ടി? ഒന്നുമില്ല, നമുക്ക് ലാസ്റ്റ് വേണ്ട ഒരു ഫിഗർ ഉണ്ട്, ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്, ഏതിനാണ് കുറച്ച് റിസ്ക് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടി എക്സ്പെക്ടഡ് NPV-യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPV-യും ഒക്കെ കിട്ടിയെങ്കിൽ നേരെ ഡിവൈഡ് ചെയ്തോ, കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചോ. അതായത് റിസ്ക് ബൈ റിട്ടേൺ. റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുന്നത് NPV. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പെക്ടഡ് NPV, രണ്ടും കൂടെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനാണോ കുറവ് വരുന്നത്, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതിനാണ്, ഏതിനാണോ കുറവ് വരുന്നത്. ഒരിടത്ത് 0.40, ഒരിടത്ത് 0.414. ഏതിനാ കുറവ്? 0.40 ആണോ 0.41 ആണോ കുറവ്? 0.40 അല്ലേ കുറവ്. അങ്ങനാണെങ്കിൽ അതാണ് ബെറ്റർ പ്രോജക്റ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ എക്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.40 ഉള്ളൂ റിസ്ക്. അതുകൊണ്ട് എക്സ് ആയിരിക്കും ബെറ്റർ. പക്ഷെ ഈ വൈയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 0.41 വരും അല്ലേ? അപ്പൊ എപ്പോഴും എക്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. നമ്മളുടെ ഡിസിഷൻ ട്രീ അനാലിസിസും കൂടെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഡിസിഷൻ ട്രീ ദ സെയിം. നിങ്ങളോട് ഒരു ട്രീ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 40,000 ആണെങ്കിൽ ഒന്നാമത്തെ വർഷം കിട്ടാനുള്ള ചാൻസ് 25,000, 30,000 ആണ്. ഇവിടെ 25,000 കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് 3 ചാൻസ് വരുന്നുണ്ട്. എനിക്ക് 12,000, 16,000, 22,000. സെയിം നിങ്ങൾ ചെയ്യുക. ഓരോ സാധ്യതകൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് NPV കണ്ടുപിടിക്കുക. കണ്ടോ, സെയിം മെത്തേഡാണ്. NPV കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് ഇതുപോലെ NPV കിട്ടും. ഈ NPV-നെ നിങ്ങൾക്ക് ഒരു ജോയിന്റ് പ്രൊബബിലിറ്റി കിട്ടും. ജോയിന്റ് പ്രൊബബിലിറ്റി ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. പക്ഷെ ഇതിലെ ഡിസിഷൻസ് നമ്മളോട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും. അതായത് ആദ്യം നിങ്ങളോട് പറയുന്നത് ഒരു ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യാനാണ്. ദാറ്റ് യു ക്യാൻ കൺസ്ട്രക്ട് ഇറ്റ്, നോ പ്രോബ്ലം. ഇതുപോലെയാണ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. വാട്ട് നെറ്റ് പ്രസന്റ് വാല്യൂ വിൽ ദ പ്രൊജക്ട് yield if worst outcome is realized? What is the probability of occurrence? അതായത് ഇന്നത്തെ പറയുന്നത്, നിങ്ങൾക്ക് ഒട്ടും കൊള്ളാത്ത, നമ്മളിങ്ങനെ കുറെ ട്രീ ഒക്കെ കണ്ടുപിടിച്ചല്ലേ, നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത
എന്താണ് നിങ്ങൾക്ക് ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും മാക്സിമം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ലോസ്. നമ്മൾ അതിൽ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് നോക്കിക്കേ. നമ്മൾ എൻ പി വി കണ്ടുപിടിച്ചപ്പോൾ, എൻ പി വി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഈ എൻ പി വി കണ്ടുപിടിച്ചപ്പം ഏറ്റവും നമുക്ക് നെഗറ്റീവ് പോകുന്ന എവിടെയാണ്? 8111 അല്ലെ? ഏറ്റവും നമുക്ക് കൊള്ളാത്ത ഒരു ഔട്ട്കം കിട്ടുന്നത് 8111. അത് വരാനുള്ള നമ്മുടെ ചാൻസ്, പ്രൊബബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 0.08 ആണ് പ്രൊബബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ 8% എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? 0.08 ഇൻറ്റു 100, 8%. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ബെസ്റ്റ് ആൻഡ് ദ പ്രൊബബിലിറ്റി ഓഫ് ദാറ്റ്? അതായത് ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് എവിടെയാണ് വരുന്നത്? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് നോക്കി ചെയ്യാം, അല്ലെങ്കിൽ ഇത് നോക്കി ചെയ്യാം. ഏറ്റവും നല്ലത് വരുന്നത് നോക്കി 20, സോറി, അല്ല, ഇത് നോക്കി തന്നെ ചെയ്യണം. സോറി സോറി, ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അത് 10,703. ഏറ്റവും വേഴ്സ്റ്റ് വരുവാണെങ്കിൽ 411. 10,703 നിങ്ങളുടെ റിട്ടേൺ എങ്കിൽ എത്രയായിരിക്കും നിങ്ങളുടെ അത് വരാനുള്ള ചാൻസ്? 6% ആയിരിക്കും. ഓക്കെ, 6% ആയിരിക്കും അത് വരാനുള്ള ചാൻസ്. നിങ്ങളോട് ചോദിച്ചിട്ടിരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു പ്രോജക്റ്റ്, നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ? എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്? എൻ പി വിയുടെ കേസ് ആണെങ്കിൽ എൻ പി വി പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോ, ഇല്ലേ അക്സെപ്റ്റ് ചെയ്യണ്ട. നമുക്ക് നോക്കിയേ, എൻ പി വി പോസിറ്റീവ് അല്ലേ? ഓക്കെ, നമ്മൾ പ്രൊബബിലിറ്റി ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന എൻ പി വി 2045 ആണ്. അക്സെപ്റ്റ് ചെയ്യാം. പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. റൈറ്റ്. ഇനി വരുന്ന ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക് ആണ് നോർമൽ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. MCQ ഏരിയ എന്ന് വരാം. അതായത് ഇത് ജസ്റ്റ് ഒരു ബെൽ ഷേപ്ഡ്, സിമെട്രിക് കണ്ടിന്യൂസ് ബെൽ ഷേപ്ഡ് കർവാണ് ഈ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ എത്രയൊക്കെ ഓപ്ഷൻ നമുക്കുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഫ്യൂച്ചറിലേക്ക് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, ഞാൻ വിൽക്കാൻ പോവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അബാൻഡൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ്, ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, നിങ്ങളിപ്പോൾ തൽക്കാലം ഡിസിഷൻസ് ഒന്നും എടുക്കണ്ട, വെയിറ്റ് ചെയ്യൂ. സോ ഓപ്ഷൻ ടു വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഓപ്ഷൻ ടു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? ആ പ്രോജക്റ്റിനെ ഷട്ട് ഡൗൺ ചെയ്യും. ഇപ്പം നമ്മൾ തൽക്കാലം ഒന്നും തുടങ്ങുന്നില്ല, എല്ലാം അടച്ചു പൂട്ടി വെച്ചേക്കാണ്. അതിനെ നിങ്ങൾ എല്ലാം അതാണ് കോൺട്രാക്ട്. ഇതിനെ നിങ്ങൾ ഫേവറബിൾ ആയ സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ റീഓപ്പൺ ചെയ്യുന്നതിനെയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 5 ഒന്ന് ഓർത്തിരിക്കുക: എക്സ്പാൻഡ്, അബാൻഡൺ, വെയിറ്റ്, കോൺട്രാക്ട്, സ്വിച്ച്. MCQന് ഹെൽപ്ഫുൾ ആയിരിക്കും. റൈറ്റ്. അപ്പം റിസ്ക് അനാലിസിസിനകത്ത് അത്രേ ഉള്ളൂ. നമ്മൾ ഇനി ചെറിയൊരു ടോപ്പിക്കാണ്, അതെന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി അനാലിസിസും സിനേറിയോ അനാലിസിസുമാണ്. സിനേറിയോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് കുറെ NPV തന്നിട്ടുണ്ടായിരിക്കും. അതായത് എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000, 30,000, 40,000. ഇത് വരാൻ ബെസ്റ്റ് സിനേറിയോ ആണെങ്കിൽ അതാണ് 90% ചാൻസ് ഉണ്ട്. വേഴ്സ്റ്റ് സിനേറിയോ ആണെങ്കിൽ ഇത്ര, അല്ലെങ്കിൽ ബേസ് സിനേറിയോ ആണെങ്കിൽ ഇത്ര. അപ്പം ഇതിനെ നമ്മൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, നമ്മൾ അറിയാലോ ഒരു പോസിബിലിറ്റി തന്നു കഴിഞ്ഞാൽ ആ പോസിബിലിറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് സിനേറിയോ അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്തില് ക്വസ്റ്റ്യൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് കേസിൽ നിങ്ങളുടെ റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് 8%. ബെസ്റ്റിൽ വരുന്നത് 6.5%. വേഴ്സ്റ്റിൽ വരുന്നത് 9%. നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ, ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ തന്നിട്ടുണ്ട്. രണ്ടിനും NPV കണ്ടുപിടിച്ചിട്ട് ഇത് വെച്ച് ഡിസ്കൗണ്ട് ചെയ്തിട്ട് NPV കണ്ടുപിടിച്ചാൽ മതി. പ്രത്യേകിച്ച് സീൻ അതിനൊന്നും ഇല്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കൺഫ്യൂസ്ഡ് ആവാതെ, അവർ ആൻസർ ചെയ്തിരിക്കുന്ന രീതി കണ്ട് ടെൻഷൻ അടിക്കാതെ ക്വസ്റ്റ്യൻ മാത്രം നോക്കുക. ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് സ്വന്തമായ രീതിയിൽ ആൻസർ ചെയ്തിട്ട് വന്നില്ലെങ്കിൽ മാത്രം ആൻസറിലോട്ട് നോക്കുക. കാരണം ഇത് കാണുമ്പോൾ തന്നെ പേടിക്കും, മനസ്സിലൊരു നെഗറ്റീവ് തോട്ട് വരും. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്ത് പഠിക്കുക. എക്സാമിന് ഏറ്റവും വേണ്ട ഒരു സംഭവം ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനുള്ള സ്കില്ലാണ്. അല്ലാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യുവോ ഇല്ലയോ, ചെയ്യാതിരിക്കോ ഉള്ളതൊക്കെ സെക്കൻഡറി പാർട്ട്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അത് ഫാസ്റ്റിൽ റീഡ് ചെയ്ത് ഫാസ്റ്റിൽ അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സ്കില്ല്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു സാധനം മാറുമ്പം, അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ മാറുമ്പം വേറെ ഒന്നിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത്, അതിനെയാണ് എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. നമ്മളാണെങ്കിലും സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ട്സൈഡ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുന്നതിനുള്ളിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറും. അതാണ് സെൻസിറ്റിവിറ്റി. നമ്മൾ സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിലോട്ട് വരുമ്പം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളാണ് NPV, പ്രോഫിറ്റ്. അപ്പം
ചുറ്റിനുമുള്ള ചുറ്റിനുമുള്ള പാരാമീറ്റേഴ്സ് മാറുമ്പം ഈ എൻ പി വിയിൽ എന്ത് ചേഞ്ച് വരും, അല്ലെങ്കിൽ എൻ പി വി നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, സീറോ വരെ ആക്കാൻ പറ്റും. ആരെങ്കിലും ലോസ് പ്രതീക്ഷിച്ച് ബിസിനസ് ചെയ്യുമോ? ഇല്ല. മാക്സിമം നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പം സീറോ വരെ ആകണമെങ്കിൽ എത്ര ക്യാഷ് ഫ്ലോ ബാഡായി പോകാം, എത്ര ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം ഞാൻ നോക്കാം, എത്ര പീരീഡിലേക്ക് മാക്സിമം എനിക്ക് ഇൻവെസ്റ്റ്, നമ്മൾ അങ്ങനെ തിരിച്ച് റിവേഴ്സ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ് സെൻസിറ്റീവ് അനാലിസിസ്. അതിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതായത് 1 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ലൈഫ് 3 വർഷമാണ്, എല്ലാ വർഷവും 2 ലക്ഷത്തിന്റെ ക്യാഷ് ഫ്ലോ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ ആനുവലി അങ്ങോട്ട് 1,50,000 ക്യാഷ് ഫ്ലോ കൊടുക്കണം. അപ്പൊ ഈ ആനുവൽ ക്യാഷ് ഫ്ലോയിനെയും ക്യാഷ് ഇൻഫ്ലോനെയും നെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 50,000 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട് അല്ലേ? എല്ലാ വർഷവും 2 ലക്ഷം, എല്ലാ വർഷവും 1,50,000 നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെയാണെങ്കിൽ 50,000 നിങ്ങളുടെ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പൊ ഈ 50,000 നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് 10% ഡിസ്കൗണ്ട് ചെയ്ത് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനകത്ത് നിന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 24,300 നിങ്ങളുടെ എൻ പി വി ആയിട്ട് കിട്ടും. ഓക്കെ. ഇനി നിങ്ങളുടെ ഡൗട്ട്, ഓക്കെ, ഞാനൊന്ന് നോക്കുമ്പം എന്റെ എൻ പി വി സീറോ ആണ്, സീറോ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് സീറോ ആവാം? അപ്പൊ നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ്മെന്റിനെ എടുത്ത് എക്സ് എന്ന് പറഞ്ഞാക്കുക. ഇൻവെസ്റ്റ്മെന്റ് എക്സ് ആണ്, ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഇടുക, ബാക്കി എല്ലാ ഫിഗേഴ്സും അതേപോലെ തന്നെ ഇടുക. എൻ പി വി നിങ്ങൾക്ക് സീറോ. ഓക്കെ, നിങ്ങൾ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആലോചിക്കുകയാണ്, എന്റെ പ്രോഫിറ്റ് സീറോ ആണ്, അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം ലെവൽ വരെ ഞാൻ ശ്രദ്ധിക്കണം? ഓക്കെ, എത്രത്തോളം മാക്സിമം ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞ് ഇനി പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 1,24,300. ഇതിന്റെ മീനിങ് എന്താണ്? നിങ്ങൾക്ക് 1 ലക്ഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് മാക്സിമം 1,24,300 വരെ പോകാം. അതിനപ്പുറം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ പി വി സീറോ അല്ല, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും ആകുന്നത്. സോ പോകരുന്നുള്ള ഒരു ഒരു നമ്മളെ കൂടുതൽ കോഷ്യസ് ആക്കുന്നതാണ്. റൈറ്റ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫിനെ എക്സ് ആക്കി എടുക്കാം, ഡിസ്കൗണ്ട് റേറ്റിനെ എക്സ് ആക്കി എടുക്കാം, ഇനി നമുക്ക് കിട്ടണ ക്യാഷ് ഫ്ലോനെ എക്സ് ആക്കി എടുക്കാം. നമുക്കൊരു മാക്സിമം ലിമിറ്റ് കിട്ടുകയാണ്, എൻ പി വി സീറോ ആയി പോകും അല്ലെങ്കിൽ സീറോയ്ക്ക് താഴോട്ട് പോകും. അപ്പം അങ്ങനെയുള്ള ഒരു ലിമിറ്റ് കിട്ടുന്നതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. അത്രേ ഉള്ളൂ. എൻ പി വിയുടെ നമ്മൾ ടോളറൻസ് ആയിട്ട് എടുക്കുന്നത് സീറോ ആണ്, നമുക്ക് മാക്സിമം സീറോ ആണ് എടുക്കുന്നത്. പിന്നെ ഇത്രേ ഉള്ളൂ സെൻസിറ്റീവ് അനാലിസിസ്, സിനേരിയോ അനാലിസിസ്. ജസ്റ്റ് ഒരു തവണ ഒന്ന് ക്വസ്റ്റ്യൻ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ സെൻസിറ്റീവ് ആൻഡ് സിനാരിയോ. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ട് മാത്രം വരുന്ന പ്രശ്നമാണ് എസ് എഫ് എമ്മിനകത്തുള്ളത്. എസ് എഫ് എം ഇസ് വെരി സിമ്പിൾ. ഇനി സിമുലേഷൻ അപ്രോച്ച് നമുക്ക് എസ് സി എമ്മിലായിരിക്കും കൂടുതൽ പഠിക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ എസ് എഫ് എമ്മിൽ ഇതിലും നല്ല ക്വസ്റ്റ്യൻസ് വേറെ ഒത്തിരി ഉണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത്. സോ സിമുലേഷൻ ജസ്റ്റ് തിയറി നോക്കി പോവുക, ഇഗ്നോർ ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. നമുക്ക് എസ് സി എമ്മിൽ സിമുലേഷൻ നോക്കാം. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീർന്നു, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നു. ഇനി മൂന്നാമത്തത് ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലീസിങ്. ലീസിങ് എന്ന് പറയുമ്പം ആൺപിള്ളേർക്ക്, അതായത് ബോയ്സിനൊക്കെ കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ലീസിങ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പം ബൈ. ഞാൻ ഇതിന്റെ മൊഡ്യൂളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അതായത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ചാപ്റ്റർ സെക്യൂരിറ്റൈസേഷൻ ആണ്, ലീസിങ് ആൻഡ് സെക്യൂരിറ്റൈസേഷൻ. ലീസിങ്ങിന്റെ എന്താണ്, ലീസിങ്ങിന്റെ നമുക്ക് നല്ല വൃത്തിക്ക് തരാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്ന രീതിയിൽ ലീസിങ്ങിന്റെ ക്വസ്റ്റ്യൻ തരാം. ലീസിങ്ങിന്റെ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി പഠിക്കുക. കാരണം ടെക്സ്റ്റിന്റെ അതേ മോഡലിലുള്ള അതേ ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല, അതേ മോഡലിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. ലീസിങ് കറക്റ്റ് ആയിട്ട് പിടിച്ചോണം. ലീസിങ്ങിന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. സെക്യൂരിറ്റൈസേഷൻ തിയറി നിങ്ങൾ ടെക്സ്റ്റ് നോക്കി കഷ്ടപ്പെടേണ്ട. എസ് എഫ് എമ്മിന്റെ തിയറീസ് എല്ലാം ഞാൻ കുഞ്ഞു 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 നോട്ട്സ് ആക്കിയിട്ട് തരാം. ജസ്റ്റ് അത് മാത്രം നിങ്ങൾ നോക്കി പോവുക. കാരണം 30 മാർക്കിന്റെ എം സി ക്യൂസ് ഉണ്ട്. എവിടെ നിന്ന് വരും? ഇപ്പം 6 മാർക്കിന്റെ ആറ് എം സി ക്യൂസ് ആയിരിക്കും തിയറിന്ന് ചോദിക്കുന്നത്. അപ്പം 6 × 2 12 മാർക്സ്. നിങ്ങൾക്ക് ഒരു 2 മാർക്ക് കിട്ടിയാൽ അത്രയും ഉപകാരം അന്ന് വിചാരിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഒരു ക്വസ്റ്റിനെയും ചെറുതാക്കി കാണരുത്. റൈറ്റ്. അപ്പം ബൈ ബൈ ഗായ്സ്, എല്ലാവരും നന്നായിട്ട് പഠിക്കും. ബൈ.